ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ബിക്കോസ് എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ നേരത്തെ കയറി കിടക്കാൻ ശ്രമിച്ചു. ഒരു 11 മണിയായപ്പോൾ എണീക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല ഗൈസ്, നമ്മളിപ്പോൾ 10 മണിയായി. നേരത്തെ എണീക്കണമെന്നൊക്കെ പറഞ്ഞ് കിടന്നു. പെട്ടെന്ന് ബോധം വന്നപ്പോൾ ഇന്നലെ ഒരു 4 മണിയായിരുന്നു. പിന്നെ ഞാൻ ബോധം വന്നപ്പോൾ 10 മണിയായി. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ വർക്കൗട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് 3 തന്നെ ഫിനിഷ് ചെയ്യാം ഗൈസ്. പുറത്തല്ല വെയിലാണ്, സോ നമ്മളിന്ന് അകത്ത് തന്നെയാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്കൗട്ടൊക്കെ ഫിനിഷായി. നിങ്ങൾ നോക്കാൻ നേരത്ത് ഞാൻ ചുമ്മാ വാമപ്പ് ഒക്കെ ചെയ്യുന്നുള്ളൂ. ബട്ട് ക്യാമറ ഞാൻ ആ ടൈം ഓഫ് ചെയ്യും. എന്തിനാ ഫുള്ളി ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ്. ഒരു ദിവസം ഞാൻ ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, ആൻഡ് ഫൈനലി ഗൈസ്, നമ്മൾ മെഡിറ്റേഷനും കഴിഞ്ഞു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇനി 20 മിനിറ്റ്സ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യണം. അതെ, ഞാൻ ഈ പറയാൻ പോകുന്നത് ട്രേഡിംഗ് ജേണൽ എന്താണെന്നോ അല്ലെങ്കിൽ ഇതുവരെ ട്രേഡിംഗ് ജേണൽ എഴുതാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ 2025 എടുക്കുന്ന ഓരോ ട്രേഡ്സിനും കൃത്യമായ ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യണം. വെറും മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേണലിൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കയറി ഒന്ന് കുളിക്കാൻ പോകണം. സോ ഗൈസ്, നമുക്ക് കുളിച്ചിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി 4x ക്ലാസ്സിൽ കയറാൻ പോകണം. ഇപ്പോൾ ടൈം ഒരു 11:45 ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1:30 വരെ ഇരുന്ന് പഠിക്കാൻ പോകണം. അതും 4xൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് ഞാൻ പഠിച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പഠിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോൾ പഠിച്ച് സമയം 1 മണിയായിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, ഡോജി ക്യാൻഡിൽ, ബെയറിഷ്, എൻഗൾഫിംഗ് ക്യാൻഡിൽ, മോർണിംഗ് സ്റ്റാർസ്, ഈവനിങ് ഷൂട്ടിംഗ് സ്റ്റാർ, അങ്ങനെ കുറേ ഡ്രാഗൺ ഫ്ലൈ, അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ക്യാൻഡിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നൗ ഇറ്റ്സ് ടൈം ഫോർ ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സീ ദിസ് ഈസ് മൈ നോട്ട്സ്. നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഇതാണെന്ന് പഠിച്ചത്. ഇനി നമുക്ക് വന്നു കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടികളുണ്ട്. സോ ഇനി പോയി ഫുഡ് അടിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു. ഞാനപ്പോൾ അത് കഴിച്ചു. ജസ്റ്റ് 70 rupees ആയുള്ളൂ ആ ഫുഡ്. എന്താ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കണം. സോ ആ ഫുഡൊക്കെ ബെറ്ററാണ്. പിന്നെ നൈറ്റ് ഞാൻ ചിക്കൻ അടിക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഡയറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പകരം ഓക്കെ ഗൈസ്, അപ്പോൾ വീടെത്തി. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, റൂമൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തു. എൻ്റെ ഹാളൊക്കെ തൂത്തിട്ട് ഇനി മേളിലെ റൂം ക്ലീൻ ചെയ്യണം. അതിന് ടൈമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സോ കുറച്ചും കൂടെ എഡിറ്റ് ബാക്കിയുണ്ട്. സോ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നോക്കുക ഉണ്ടോ, ഇപ്പോൾ അത് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓൾമോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉച്ച വരെയുള്ള, വൈകുന്നേരത്തെ വരെയുള്ള ക്ലിപ്പും കൂടെ ആഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക. ടാസ്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഞാൻ പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വെയിലിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ 30 മിനിറ്റ്സും കൂടെ ഉള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡേ 1 വീഡിയോ. സോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. ഇന്നത്തെ പരിപാടി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീർക്കാം. എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കര ഉറക്കക്ഷീണം എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്ന് വിളിച്ച് കുറച്ച് നേരം പവർ നാപ്പ് ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഉറങ്ങിയൊക്കെ എണീറ്റ് ഇനി നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നു. റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീഡിയോസ് ബാക്കിയുള്ള എഡിറ്റ് ചെയ്യണം. ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ്. പിന്നെ നമ്മുടെ ഇന്ന് പഠിച്ചേക്ക് ഒന്ന് റിവൈസ് ചെയ്യണം.
യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഒരു ഓർഡർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ വീട്ടിലോട്ട് ചെയ്തിട്ട് ഫുള്ള് കാണിച്ചാൽ എന്താണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ്. ഓക്കെ, പിന്നെ ഇത് പെന്നാണ്. അതായത് എനിക്ക് മറ്റേ ക്യാൻഡിൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി റെഡ് കളറും ഗ്രീൻ കളർ അതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിനകത്ത് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇത് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് സി ആണ്. അപ്പോൾ സി പോർട്ടിൽ നിന്ന് HDMI കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ്. സോ ഞാൻ അതൊരെണ്ണം വാങ്ങിച്ചു ബ്ലിങ്കിറ്റിൽ നിന്ന്. ദാറ്റ്സ് അറൗണ്ട് 500 rupees ആയുള്ള ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാണ്. സോ ലാപ്പിൽ കാണാൻ നോക്ക്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ TV ഒന്ന് ഓണാക്കണം. സെറ്റായി. സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. വാവ് പൊളി. എഡിറ്റ് ചെയ്യുന്ന സെക്ഷൻസ് വാവ് സൂപ്പർ ഗായ്സ്, സൂപ്പർ. യൂട്യൂബൊക്കെ കണ്ട് എനിക്കിപ്പോൾ ചില്ലിയാണെങ്കിൽ ഇതിനകത്ത് കയറിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ എക്സ്ട്രാ റെസൊല്യൂഷൻ അല്ല ഗൈസ്. ഇത് കുറച്ചും കൂടെ ബാക്കിലോട്ടിരുന്നാൽ ഇതിൻ്റെ ഓക്കെ. യെസ് ഗൈസ്, ഇങ്ങനെ ഇരുന്ന് അങ്ങ് ചില്ല് ചെയ്താൽ മതിയല്ലോ. ഗൈസ്, അപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം. എനിക്ക് ഒന്ന് പുറത്ത് പോയി കഴിക്കാം. കഴിച്ചായിരുന്നു ഞാൻ. ഇനി ഒന്നും കൂടെ ഫുഡ് കഴിക്കാൻ പോകണം രാത്രിത്തേക്കുള്ളത്. രാത്രി കുറച്ച് റീഡ് ചെയ്യാനുണ്ട്. അതിനൊരു ബുക്ക് ഓൺലൈൻ വഴി ഞാൻ ഓർഡർ ചെയ്യാന്ന് വെച്ചു, പക്ഷെ തപ്പിയിട്ട് കിട്ടിയില്ല ഗൈസ്. ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് എനിക്കൊന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റീഡിങ് ഹാബിറ്റ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ഓൾമോസ്റ്റ് വർക്കും ചെയ്തു. പിന്നെ എനിക്ക് ഇനി ഒരു ക്ലാസ്സും കൂടെ കാണാനുണ്ട്. ആ ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, ഒരു ഡ്രിങ്കും വാങ്ങിച്ചു, ഒരു ബിരിയാണിയും വാങ്ങിച്ചു. നമ്മൾ നടക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ജിമ്മ്. ഇവിടെ ഞാൻ വന്ന് പ്രൈസ് തിരക്കി. അപ്പോൾ ഇവിടുത്തെ പ്രൈസൊക്കെ എക്സ്പെൻസീവ് ആണ്. പ്ലസ് ഐസ് ബാത്തും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്, 500 rupees. സോ ഞാനിത് വേണ്ടാന്ന് വെച്ചു. ഗൈസ്, ഇപ്പം ഞാൻ ഫുഡെല്ലാം കഴിച്ചു. ഞാൻ എൻ്റെ സെൽഫ് ലെറ്റർ ചെയ്തു. ഓൾസോ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജേർണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് സൺഡേ ആണ്. നാളെ സൺഡേ പരിപാടീസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകും, ആലപ്പുഴ, എൻ്റെ വീട്ടിലേക്ക്. സോ നാളത്തെ കാര്യങ്ങൾ അറിയില്ല. ബട്ട് ഞാൻ നാളെ രാവിലെ ഒരു 5:30 എണീക്കാനാണ് പ്ലാൻ. എൻ്റെ ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും എനിക്കൊന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ എണീക്കുന്ന ടൈം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ ഇപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും 10 ഒക്കെ ആകുമ്പോൾ കിടക്കാമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ 11 ആയി ഇപ്പോൾ. സോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ലൈക്ക് എൻ്റെ 8 എന്ന് പറയുന്ന ഒരു റൂളുണ്ട് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ 8 hours സ്ലീപ്പ്, 8 hours വർക്ക്, 8 hours ഫോർ മറ്റേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ അതൊന്നും എനിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ മൺഡേ മുതൽ നമുക്ക് 8 hours ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാളെ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഞാനിവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ ടൈം ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ രാവിലെ ഞാൻ രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ നമുക്കതനുസരിച്ച് സെറ്റ് ചെയ്യണം. സോ അപ്പോൾ എനിക്ക് നാളെ ഇറങ്ങേണ്ടതുകൊണ്ട് രാവിലെ 5:30 എണീറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ ടുഡു എഴുതാൻ പോവാ. ടുഡുവും കൂടെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സ്ലീപ്പ് അടിക്കും. അപ്പോൾ ടുഡു നാളത്തെയും കൂടെ ഞാൻ ഇന്ന് കാണിച്ചേക്കാം. പിന്നെ ഇന്നത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് എഴുതി വെക്കണം, അതും കൂടെ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആണ്. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ടുഡുവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നാളെ ചെയ്യേണ്ട. സോ നാളെ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. വലിയ ടാസ്ക്കൊന്നുമില്ല. അപ്പോൾ അത് നാളെ കംപ്ലീറ്റ് ചെയ്യണം. നാളെ എനിക്ക് നേരത്തെ നിൽക്കുന്നുണ്ട്, നേരത്തെ കിടക്കണം ഗൈസ്. അധികം ഒന്നും സംസാരിക്കില്ല, ഞാൻ പോയിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റിൽ ഐ ആം ഓൺ പ്രോഗ്രസ്. ഓക്കെ ഗൈസ്, ബൈ.
ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ശരി.